ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, കുമ്മമ്പള്ളി ആശാന്റെ വിദ്യാലയത്തിലെ ആദ്യ ദിവസം ഇങ്ങനെയായിരുന്നു. ആശാൻ നാണുവിനോട് ചോദിച്ചു, നാരായണൻ ഇതുവരെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? സിദ്ധരൂപവും അമരകോശത്തിലെ സ്വർവർഗം എന്ന അധ്യായവും രഘുവംശത്തിലെ 1-ാം അധ്യായവും പഠിച്ചിട്ടുണ്ട് എന്ന് നാണു പറഞ്ഞു. എന്നാൽ നമുക്ക് രഘുവംശത്തിൽ തുടങ്ങാം, ആശാൻ പറഞ്ഞു. ആശാൻ രഘുവംശത്തിലെ 1-2 ശ്ലോകങ്ങൾ എടുത്ത് അർത്ഥം പറഞ്ഞ് വ്യാഖ്യാനിച്ചു. നാണു അപ്പോൾ തന്നെ അത് ഹൃദിസ്ഥമാക്കുകയും ചെയ്തു. നാണുവിൻ്റെ ബുദ്ധിയും ഗ്രഹണശക്തിയും തിരിച്ചറിഞ്ഞ രാമനാശാന് അത്ഭുതവും സന്തോഷവും മനസ്സിൽ ആ ശിഷ്യനോട് പ്രത്യേക വാത്സല്യവും തോന്നി. നാണു ഏകദേശം ഉച്ചവരെ കളരിയിൽ ഇരുന്നു. ആശാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതും ഓരോരുത്തരും പഠിക്കുന്നതും എല്ലാം സശ്രദ്ധം വീക്ഷിച്ചു. ഉച്ചയായപ്പോൾ ഗുരുവിൻ്റെ അനുമതിയോടെ വാരണപ്പള്ളി ഭവനത്തിൽ പോയി ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചു. 2 നേരം കുളിയും ഭസ്മധാരണവും ജപവും ക്ഷേത്രദർശനവും ഒക്കെ നാണുവിൻ്റെ ദിനചര്യകളാണ്. അന്നേ ദിവസം അത്താഴം കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ കൊച്ചുകൃഷ്ണപ്പണിക്കർ നാണുവിനോട് രാമായണം വായിക്കാൻ പറഞ്ഞു. നാണു രാമായണത്തിലെ താരോപദേശം എന്ന ഭാഗം അക്ഷരസ്ഫുടതയോടെ ഈണത്തിൽ വായിച്ചു. നാണുവിൻ്റെ മധുരസ്വരത്തിലുള്ള ആലാപനം കേട്ട് പണിക്കർ വളരെ സന്തുഷ്ടനായി. അന്നു മുതൽ നിത്യവും രാത്രിയിൽ ഒരു ഗ്രഹസദസ്സ് കൂടുന്നതിനും പുരാണപാരായണവും ആത്മീയ വിഷയങ്ങളിലുള്ള ചർച്ചകളും മറ്റും നടത്തുന്നതിനും തീരുമാനമുണ്ടായി. വീട്ടിലുള്ള മുതിർന്നവരും നാണുവോടൊപ്പം അവിടെ താമസിച്ച് പഠിക്കുന്ന മറ്റു വിദ്യാർത്ഥികളും ചിലപ്പോൾ അയൽക്കാരും അതിൽ പങ്കെടുക്കുമായിരുന്നു. മറ്റുള്ള വിദ്യാർത്ഥികൾ വായിച്ച് അർത്ഥം പറയുമ്പോൾ ചില തർക്കങ്ങളും വാദങ്ങളും ഉണ്ടാകാറുണ്ട്. എന്നാൽ നാണുവിൻ്റെ വ്യാഖ്യാനം എല്ലാവർക്കും സ്വീകാര്യവും വിശ്വാസവുമായിരുന്നു. ഇങ്ങനെയുള്ള സദസ്സുകൾ മറ്റ് ഗ്രഹങ്ങളിൽ നടത്തപ്പെടുമ്പോൾ അവിടെ ക്ഷണിക്കപ്പെടുകയും നാണുവിൻ്റെ അറിവിലും ബുദ്ധിയിലും എല്ലാവരും ആകൃഷ്ടരാവുകയും ചെയ്തിരുന്നു. ഇതേപോലെ വിദ്യാലയത്തിലും നാണു തൻ്റെ ബുദ്ധിവൈഭവം പ്രകടമാക്കിയിരുന്നു. ചൊല്ലിക്കൊടുക്കുന്ന പാഠങ്ങൾ അപ്പോൾ തന്നെ പഠിച്ചിട്ട് വെറുതെ ഇരിക്കുന്ന നാണുവിനെ കണ്ടിട്ട്, നീ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന പാഠങ്ങളും കേട്ടു പഠിച്ചുകൊള്ളൂ എന്ന് ആശാൻ പറയുകയുണ്ടായി. നാണുവിൻ്റെ വ്യക്തിപ്രഭാവവും ആശാന് നാണുവിനോടുള്ള വാത്സല്യഭാവവും കണ്ട് ജാതിപരമായ ഭേദഭാവങ്ങൾ മറന്ന് അയിത്തവും ജാതിയുമൊക്കെ നിരർത്ഥകമാണ് എന്നുള്ള അറിവ് നേടിയതുപോലെ അവർണരും സവർണരും എല്ലാം ഒന്നിച്ചിരിക്കാനും ഇടപഴകാനും തുടങ്ങി. അവസാനം എല്ലാവർക്കും വിദ്യാലയത്തിൽ ഇരിക്കാൻ പുൽപ്പായ മാത്രം മതി എന്ന നിലയിലായി. നാണു വാരണപ്പള്ളി ഭവനത്തിൽ ഉള്ള സമയങ്ങളിൽ വീട്ടിലുള്ളവരെ ഓരോ കാര്യങ്ങളിൽ സഹായിക്കുകയും എന്തെങ്കിലും ജോലി സ്വയം ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യുമായിരുന്നു. അതുപോലെ പാടത്തും പറമ്പിലും ഒക്കെ പണി ചെയ്യുന്ന അവിടുത്തെ കുടിയാന്മാരായ പുലയരെ അവരുടെ അടുത്ത് ചെന്ന് അവരുടെ കാര്യങ്ങൾ തിരക്കുകയും അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറ്റുന്നതുപോലെ സഹായിക്കുകയും രോഗങ്ങൾക്ക് മരുന്നുകൾ പറഞ്ഞു കൊടുക്കുകയും സാന്ത്വനിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ നാണു അല്പകാലം കൊണ്ട് എല്ലാവരുടെയും ഇഷ്ടപാത്രമായി മാറി. ആ ഇടയ്ക്ക് അവിടുത്തെ ഗോശാലയിൽ ഒരു പശു പ്രസവിച്ചു. പശുവിനെ കറക്കേണ്ട നാളായപ്പോൾ കറക്കാൻ ചെന്നാൽ കറവക്കാരനെ അടുപ്പിക്കുന്നില്ല.
ചീറ്റലും കുത്തലും തൊഴിയും ബഹളം. മറ്റു പലരും ശ്രമിച്ചു നോക്കി. പക്ഷേ പശു അടുപ്പിക്കുന്ന ലക്ഷണമില്ല. ഇനി എന്തു ചെയ്യും എന്ന അവസ്ഥയിലായി. ഒടുവിൽ നാണു പശുവിൻ്റെ അടുത്ത് ചെന്ന് പശുവിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, നീ ഇങ്ങനെ കോപിക്കാതെ. ഉള്ള പാല് മുഴുവനും നിന്റെ കുട്ടി തന്നെ കുടിച്ചാൽ മതിയോ? കുറച്ച് ഞങ്ങളും കുടിക്കട്ടെ. പശു ശാന്തമായി നിന്നു. കറവക്കാരൻ ഒരു ബുദ്ധിമുട്ടും കൂടാതെ പശുവിനെ കറന്നു. പശു നാണു പറഞ്ഞത് സ്വീകരിച്ചതുപോലെ ആയി. ചവിട്ടും തൊടിയും എല്ലാം നിർത്തി. ആര് കറക്കാൻ ചെന്നാലും ഒരു കുഴപ്പവുമില്ല. നാണു തലയിൽ പിടിച്ചപ്പോൾ പശു സൽസ്വഭാവക്കാരിയായി മാറിയതിൽ എല്ലാവരും അത്ഭുതപ്പെട്ടു. പിന്നീടൊരിക്കൽ വാരണപ്പള്ളിയിലെ ഗോശാലയിൽ തടിച്ചു കൊടുത്ത ഒരു കാളക്കൂറ്റൻ ഉണ്ടായിരുന്നു. അത് അഴിച്ചുവിട്ടാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുമെന്ന സ്വഭാവമുള്ളതായിരുന്നു. ഒരു ദിവസം ഈ കാളക്കൂറ്റൻ കയറും പൊട്ടിച്ച് വെളിയിൽ ചാടി സ്ഥിരം ബന്ധനത്തിൽ കിടക്കുന്നവന് പെട്ടെന്ന് സ്വാതന്ത്ര്യം കിട്ടിയാലെന്ന പോലെ ആ കാള വെളിസ്ഥലത്തേക്ക് ഓടിയിറങ്ങി കൂത്താടാൻ തുടങ്ങി. മണ്ണുമാന്തി തെറിപ്പിച്ചു, മൊക്കറയിട്ടു, മൺതിട്ടകളിൽ കൊമ്പുകൊണ്ട് കുത്തി ഇളക്കിയും ചാടിയും ഓടിയും നാലുപാടും ഓടി ആ പ്രദേശത്ത് ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു. ആളുകൾ ഭയന്നോടി. കുട്ടികളും സ്ത്രീകളും വീടുകളിൽ കയറി വാതിലടച്ചിരിപ്പായി. ചിലർ സുരക്ഷിത സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് കാളയുടെ സാമീപ്യം വിളിച്ച് പറയുകയും ആരും പുറത്തിറങ്ങി സഞ്ചരിക്കരുത് എന്ന് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതാ കളരിയിൽ നാണു ആ വഴിയെ വരുന്നു. അത് കണ്ട വീട്ടുകാർ കാളക്കൂറ്റൻ കയറും പൊട്ടിച്ചിറങ്ങിയിരിക്കുന്നുണ്ടെന്നും അത് ഉപദ്രവിക്കുമെന്നും ഉടൻ സുരക്ഷിത സ്ഥാനത്തേക്ക് പോകണമെന്നും വിളിച്ചു പറഞ്ഞു. അത് കേട്ട നാണു കാളയെ നോക്കി. പിന്നീട് ആളുകൾ പറഞ്ഞതൊന്നും ശ്രദ്ധിക്കാതെ കാളക്കൂറ്റൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് കുട്ടാ എന്ന് വിളിച്ചുകൊണ്ട് സാവധാനം നടന്നു. നാണുവിൻ്റെ ശബ്ദം കേട്ട കാള ശാന്തനായി. നാണു അടുത്തു ചെന്ന് അതിൻ്റെ മുഖത്ത് തഴുകിക്കൊണ്ട് കയറിൽ പിടിച്ചുകൊണ്ട് മുൻപേ നടന്നു. പിന്നാലെ അനുസരണമുള്ള കുട്ടിയെപ്പോലെ കാളക്കൂറ്റനും നടന്നു. നാണു അതിനെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിയിട്ടു. ആളുകൾ അത്ഭുതത്തോടെ ഇതെല്ലാം നോക്കി നിന്നു. ഇവൻ എന്ത് മന്ത്രം പ്രയോഗിച്ചാണ് ഈ ഭീകര ജന്തുവിനെ മയക്കിയെടുത്തത് എന്ന് അവർ അത്ഭുതപ്പെട്ടു. നമസ്കാരം.